ഹായ് ഹലോ, മിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് റീയൂണിയൻ നടക്കുമോ എന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ കാർഡുകൾ ഷഫിൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് ഈ വീഡിയോ കാണാം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസണേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ സമയത്ത് സാഹചര്യങ്ങളായിട്ട് പോകുന്നുണ്ടോ എന്ന് മാത്രം നോക്കാം. നിങ്ങളുടെ വ്യക്തമായൊരു എനർജി കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ ഒരു വ്യക്തമായ പേഴ്സണൽ റീഡിംഗ് എടുക്കുക. അത് നെഗറ്റീവും പോസിറ്റീവും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ആൾക്കാരുടെ അടുത്ത് പോവാം. അല്ലാതെ കപ്പരണ്ടി തിന്ന് ചവച്ചും പാട്ടും പാടിയും തൊടയിൽ തട്ടിയും അത്യാവശ്യം ഡ്രസ്സിങ്ങിലൊക്കെ കാര്യങ്ങൾ മാറ്റി ആളുകളെ ആകർഷിക്കുന്ന രീതിയിലിരിക്കുന്ന ചേച്ചിമാരുടെയോ ആരുടെയോ അടുത്ത് പോയിട്ട് റീഡിംഗ് എടുക്കാതിരിക്കുക. നല്ല ചേച്ചിമാരുണ്ട്, അതിനിടയിൽ കൂടെ തന്നെ വളരെ രീതിയിൽ ബ്ലോഗ് പോലെ ചെയ്യുന്ന, ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഒരു ദിവസം 10-15 ഫീലിങ്സ് ഉള്ള ചേച്ചിമാരും ഇവിടെ റീഡിംഗ് എടുക്കുന്നുണ്ട്. ചതിയിൽ പോയി പെടാതിരിക്കുക. എൻ്റെ അടുത്ത് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ പറയുന്നത് എൻ്റെ അടുത്തേക്ക് വരാനാണെന്ന് വിചാരിക്കേണ്ട. ഒരാളും വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ നിങ്ങളുടെ ഈ മോശം നോക്കിയിട്ടല്ല പറയണേ, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ ചെയ്യുന്നൊരു വീഡിയോ മാത്രമാണ്. പിന്നെ ബ്രേസ്ലെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് പല രീതിയിലുള്ളത്. ഇതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം വരിക. കാരണം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ അത് നമുക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ പൂർണ്ണ വിശ്വാസം അല്ലാതെ ഇതെടുത്ത് കയ്യിലേക്ക് ഇട്ടാൽ എൻ്റെ 5 കൊല്ലം മുമ്പ് പോയ കാമുകനോ കാമുകിയോ ആരെങ്കിലും തിരിച്ചു വരും, എന്നെ വന്ന് ഹഗ് ചെയ്യും എന്ന് വിചാരിച്ച് ആരും ഇത്തരം സാധനങ്ങൾ ഇടാനേ നിൽക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കേൾക്കാം. അപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയായിട്ട് റീഡിങ് നടക്കുമോ അല്ലെങ്കിൽ ഒരു റീയൂണിയൻ നടക്കുമോ എന്ന് നമുക്ക് ഈ റീഡിങ്ങിൽ കൊണ്ട് നോക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് സ്റ്റോർക്ക് വന്നിട്ടുണ്ട്, മൗണ്ടൻ, ചൈൽഡ്, ഫോക്സ്, ലെറ്റർ, ഡോഗ്, ബുക്ക്, റിങ്, ജെന്റിൽമാൻ. ഓക്കെ, 9 കാർഡ് സ്പ്രെഡാണ് എടുത്തിട്ടുള്ളത്. ലെനോർമൺ കാർഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വ്യക്തി ജീവിതത്തിൽ കൂടുതൽ വ്യക്തത തരുന്ന, ക്ലാരിറ്റി ഉള്ള അല്ലെങ്കിൽ അല്പം കൂടിയും ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് തരുന്ന കാർഡ് കൂടിയാണത്. ഓക്കെ, സ്റ്റോർക്കിൻ്റെ ഒരു എന്ന് പറയുന്നത് മാറ്റം, പുതിയൊരു തുടക്കം, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്കുള്ള മാറ്റത്തിനെയാണ് പറയുന്നത്. മൗണ്ടൻ വരുമ്പോൾ വലിയ തടസ്സങ്ങൾ, വെല്ലുവിളികൾ, ക്ഷമ ആവശ്യമായിട്ടുള്ള ഒരു സമയത്തിന് സൂചിപ്പിക്കുന്നുണ്ട്. ചൈൽഡ് പുതിയ തുടക്കം, നിഷ്കളങ്കത, വികസനം. ഫോക്സ് വരുന്നത് ഒരു ജാഗ്രത പാലിക്കാനാണ് പറയുന്നത്. തന്ത്രപരമായിട്ട് നീങ്ങാൻ പറയുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ, അതിനുള്ളൊരു സാധ്യതകൾ. ലെറ്റർ വരുമ്പോൾ വാർത്തകൾ, സന്ദേശങ്ങൾ, രേഖാമൂലമുള്ള ആശയവിനിമയം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ഡോഗ് വരുന്നത് വിശ്വസ്തത, സൗഹൃദം, പഴയ ബന്ധം എന്നിവയെ കാണിക്കുന്നു. ബുക്ക് പറയുന്നത് രഹസ്യങ്ങൾ, അറിവ്, വെളിപ്പെടാത്ത കാര്യങ്ങൾ എന്നിവയാണ്. റിങ് പ്രതിബദ്ധത, വിവാഹം, കരാറുകൾ, പൂർത്തീകരണം ഇതിനെയാണ് കാണിക്കുന്നത്. ജെന്റിൽമാൻ ഒരു പ്രധാന പുരുഷ കഥാപാത്രം, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോ ആരോ ആവാം. കാണുന്നത് ആണാണെങ്കിൽ ഓക്കെ, ഇനി നിങ്ങൾ പെണ്ണാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ പങ്കാളിയാവാം ആ ജെന്റിൽമാൻ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ പറയുമ്പോൾ റീയൂണിയനുള്ളൊരു സാധ്യത, റിങ് വരുന്നുണ്ട്, ഡോഗ് വരുന്നുണ്ട്. രണ്ടും ഒന്നിച്ച് വരുമ്പോൾ പഴയ സൗഹൃദമോ ബന്ധമോ വീണ്ടും ഉണരാനുള്ള ശക്തമായിട്ടുള്ള ഒരു സൂചനയെ കാണിക്കുന്നുണ്ട്. സ്റ്റോർക്ക് കൂടെ ഉള്ളതുകൊണ്ട് ഈ ബന്ധത്തിൽ വലിയൊരു പോസിറ്റീവ് മാറ്റം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ചൈൽഡ് കാർഡും സൂചിപ്പിക്കുന്നത് പഴയ തെറ്റുകൾ മറന്ന് ഒരു പുതിയ അധ്യായം തുടങ്ങാനുള്ള അവസരം വരുന്നു എന്നാണ്. വാർത്തകൾ, ലെറ്റർ കാർഡ് സൂചിപ്പിക്കുന്നത് വളരെ വേഗം നിങ്ങളെ തേടി വരുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശത്തിനെയാണ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മൗണ്ടൻ, ആ കാർഡ് മുന്നറിയിപ്പ് നൽകുന്നത് കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത്ര പെട്ടെന്ന് നടക്കില്ല എന്നാണ് പറയുന്നത്. വലിയൊരു തടസ്സം അല്ലെങ്കിൽ ഒരു ദൂരം ഈ ബന്ധത്തിൽ നിലനിൽക്കുന്നുണ്ട്. ജാഗ്രതയെ പറ്റി പറയുന്നത് ഫോക്സ് കാർഡാണ്. ആരോ നിങ്ങളോട് കള്ളം പറയുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകാതെ എടുത്തു ചാടരുത് എന്ന് പറയുന്നുണ്ട്. രഹസ്യങ്ങളിൽ പറയുന്നത്, ബുക്ക് പറയുന്നത് എല്ലാ കാര്യങ്ങളും എപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നാണ്. ചില കാര്യങ്ങൾ മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. റീയൂണിയൻ നടക്കുമെന്ന് ചോദിച്ചാൽ റീയൂണിയനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അത് തൽക്ഷണം വളരെ പെട്ടെന്ന് നടക്കുന്ന ഒന്നല്ല. റിങ്ങും ഡോഗും വരുമ്പോൾ ബന്ധം വീണ്ടും കൂടിച്ചേരും എന്ന് തന്നെയാണ് ഉറപ്പ് വരുന്നത്. മൗണ്ടൻ ഉള്ളത് കൊണ്ട് ഇപ്പോഴും ചില അകലങ്ങൾ മനസ്സിലാകാം, ദൂരത്തിലാകാം, നിലനിൽക്കുന്നുണ്ട്. ആ ഫോക്സ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യണമെന്നാണ്. സത്യസന്ധമായിട്ടുള്ള ഒരു സന്ദേശം, ലെറ്റർ വഴി തടസ്സങ്ങൾ നീങ്ങാനുള്ള ഒരു സാധ്യതയെ പറയുന്നുണ്ട്. റെമഡീസ് പറയുമ്പോൾ ക്ഷമ പാലിക്കുക എന്നാണ് പറയുന്നത്. അമിതമായിട്ടുള്ള ആകാംക്ഷ ഒഴിവാക്കുക. തടസ്സങ്ങൾ സ്വാഭാവികമാണ്, എല്ലാം ശരിയാകാൻ സമയം കൊടുക്കുക. വ്യക്തമായ ആശയവിനിമയം, ലെറ്ററും ബുക്കും വരുമ്പോൾ തെറ്റിദ്ധാരണ നീക്കാൻ തുറന്ന സംസാരം ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ അന്വേഷിച്ചു മാത്രം തീരുമാനം എടുക്കുക, എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സത്യസന്ധത, ഫോക്സും ഡോഗും കൂടി വരുമ്പോൾ ബന്ധത്തിലെ വിശ്വസ്തത നിലനിർത്തുക എന്ന് പറയുന്നുണ്ട്. ആരോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും വീഴരുത്. നിങ്ങളുടെ ഉള്ളിലെ അവബോധത്തിന് പ്രാധാന്യം നൽകുക എന്ന് പറയുന്നു.
മെഡിറ്റേഷൻ. ഈ സമയം അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ ദിവസവും 10 മിനിറ്റ് ശാന്തമായിരിക്കുന്നത് നല്ലതാണ്. ഇത് ബുക്ക് കാർഡിൻ്റെ അർത്ഥമായ അറിവ് ലഭിക്കാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, റീയൂണിയൻ സാധ്യമാണ്. മൗണ്ടൻ ഉണ്ട്, വെല്ലുവിളികളെയാണ് സൂചിപ്പിക്കുന്നത്. അത് മറികടക്കാൻ ഫോക്സിൻ്റെ ബുദ്ധി ഉപയോഗിക്കണം. ഡോഗ് വിശ്വസ്തത നിലനിർത്തണം. പുതിയൊരു വാർത്ത ഈ ബന്ധത്തിൽ വഴിത്തിരിവാകും എന്നും പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ ആദ്യ വരി ഹൊറിസോണ്ടൽ വെച്ച് നോക്കുമ്പോൾ സ്റ്റോർക്ക് മൗണ്ടൻ ചൈൽഡാണ് വരുന്നത്. മാറ്റങ്ങൾ തടസ്സങ്ങളിലൂടെ വരുന്നുണ്ടെങ്കിലും അത് പുതിയൊരു തുടക്കത്തിൽ അവസാനിക്കുന്നു എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പോസിറ്റീവാണ്. ഓക്കെ, രണ്ടാം വരി നോക്കുമ്പോൾ ഫോക്സ് ലെറ്റർ ഡോഗാണ് വരുന്നത്. തന്ത്രപരമായ സന്ദേശങ്ങൾ ലെറ്റർ വഴി വിശ്വസ്തത തെളിയിക്കപ്പെടുന്നു എന്നാണ്. കള്ളത്തരങ്ങൾ നീങ്ങി സത്യം പുറത്തു വരുന്നതിനെ കാണിക്കുന്നു. മൂന്നാമത്തെ വരി എന്ന് പറയുമ്പോൾ ബുക്ക് റിങ് ജെന്റിൽമാനാണ്. രഹസ്യങ്ങൾ, അതാണ് ബുക്ക്, അല്ലെങ്കിൽ അറിവ് വെളിപ്പെടുകയും അത് ഒരു സ്ഥിരമായ ബന്ധത്തിലോട്ട് റിങ് ജെന്റിൽമാനെ നയിക്കുകയും ചെയ്യുന്നു, ആ പുരുഷനെ നയിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. വെർട്ടിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോർക്ക് ഫോക്സ് ബുക്കാണ്. മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ കുറുക്കൻ്റെ തന്ത്രങ്ങൾ മൂലം രഹസ്യമായി നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. രണ്ടാം നിര മൗണ്ടൻ ലെറ്റർ റിങ് ആണ്. തടസ്സങ്ങൾ ആണ് ഈ മൗണ്ടൻ പറയുന്നത്. അത് കാരണം വാർത്തകൾ ലെറ്റർ വരാൻ വൈകുന്നുണ്ടെങ്കിലും അവസാനം ഒരു കരാർ റിങ് സംഭവിക്കും എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ നിരയിൽ നോക്കുമ്പോൾ ചൈൽഡും ഡോഗും ജെന്റിൽമാനുമാണ്. ഒരു പുതിയ തുടക്കം, അതാണ് ചൈൽഡ്. വിശ്വസ്തനായ ഒരു സുഹൃത്തുമായിട്ടുള്ള ഡോഗ് അല്ലെങ്കിൽ ഒരു പുരുഷനുമായിട്ടോ ആണ് അത് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഡയഗണലായിട്ട് നോക്കുമ്പോൾ സ്റ്റോർക്ക് ലെറ്റർ ജെന്റിൽമാൻ. മാറ്റങ്ങൾ വരുന്നത് വാർത്തകളിലൂടെയാണ്. ഇത് ആ പുരുഷന് അനുകൂലമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊരു പുരുഷനാണ് കാണുന്നതെങ്കിൽ. ഓക്കെ, ചൈൽഡ് ലെറ്റർ ബുക്ക് വരുമ്പോൾ പഴയ കാര്യങ്ങൾ മറന്ന് പുതിയ അറിവുകൾ നേടേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളിത് ന്യൂമറോളജി പ്രകാരം നോക്കാറുണ്ട്. കാർഡുകളുടെ എണ്ണം നോക്കിയിട്ടാണ്. അപ്പോൾ ടോട്ടൽ സം വരുന്നത്, ആകെ തുക വരുന്നത് 189 ആണ്. 8 9 9 9 18. അപ്പോൾ 18 നിന്ന് ലാസ്റ്റ് നമ്മൾ ഫൈനൽ ഒറ്റക്ക നമ്പറിലോട്ട് വരുമ്പോൾ അത് 9 ആണ് വരുന്നത്. 9 എന്ന് പറഞ്ഞൊരു സംഖ്യ പൂർത്തീകരണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വലിയ സൈക്കിൾ അല്ലെങ്കിൽ ഒരു ഘട്ടം പൂർത്തിയാക്കാൻ പോകുന്നു. ഇതൊരു റീയൂണിയന് അനുകൂലമായിട്ടുള്ളൊരു സംഖ്യയാണ്. കാര്യങ്ങൾ അവസാന ഘട്ടത്തിലോട്ട് എത്തുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. സെൻറ്ററിലെ കാർഡാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്, ലെറ്റർ. ഈ മുഴുവൻ സ്പ്രെഡിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് സന്ദേശമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം എവിടെയാണോ, അല്ലെങ്കിൽ അത് ആശയവിനിമയത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സന്ദേശം ഒരു പഴയ സുഹൃത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കരാറിൽ നിന്നോ വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം ഇതിലെന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അവസാനം അത് വിജയിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. മിററിങ് നമ്മൾ നോക്കുമ്പോൾ സ്റ്റോർക്ക് ജെന്റിൽമാൻ, അത് വരുമ്പോൾ തുടക്കവും വ്യക്തിയും തമ്മിലുള്ളൊരു ബന്ധം, പുതിയ മാറ്റങ്ങൾ നേരിട്ട് നിങ്ങളെ ബാധിക്കുന്നുണ്ട്. മൗണ്ടനും റിങ്ങും വരുമ്പോൾ തടസ്സങ്ങൾ നിലനിൽക്കെ തന്നെ പ്രതിബദ്ധത ഉണ്ടാകാനുള്ളൊരു സാധ്യത. വെല്ലുവിളികൾക്കിടയിലും ആ ഒരു ബന്ധം മുറുകുന്നുണ്ട്, ഒന്നുകൂടി ആഴത്തിലാകുന്നുണ്ട്. ചൈൽഡ് മുഖം കൂടി നോക്കുമ്പോൾ നിഷ്കളങ്കമായിട്ടുള്ളൊരു തുടക്കവും പുറത്തോട്ട് വരാനിരിക്കുന്ന രഹസ്യങ്ങൾ, പഴയ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ പുതിയൊരു തുടക്കം ലഭിക്കും എന്ന് പറയുന്നുണ്ട്. ഫോക്സും ഡോഗും നോക്കുമ്പോൾ തന്ത്രങ്ങൾ വിശ്വസ്തതയായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. ബന്ധത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ വിശ്വാസത്തിലൂടെ മാറണം എന്ന് പറയുന്നുണ്ട്. ലെറ്റർ സന്ദേശങ്ങൾ തന്നെയാണ്. നൈറ്റിംഗ് രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ സ്റ്റോർക്ക് ലെറ്റർ റിംഗ് ആണ് വരുന്നത്. മാറ്റങ്ങൾ വരുന്നത് വാർത്തകളിൽ കൂടെയാണെന്ന് പറയുന്നു. അത് ബന്ധത്തിനെ ഔദ്യോഗികമാക്കുന്നുണ്ട്, ഒരു റിങ്ങിലോട്ട് മാറുന്നുണ്ട്. മൗണ്ടൻ ബുക്ക് ജെന്റിൽമാൻ വരുമ്പോൾ തടസ്സങ്ങൾ രഹസ്യമായി പുരുഷനെ അലട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചൈൽഡ് ഡോഗ് ലെറ്റർ വരുമ്പോൾ ഒരു പുതിയ സൗഹൃദമോ വിശ്വസ്തതയോ ഈ സന്ദേശത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഫോക്സ് റിങ് മൗണ്ടൻ, അത് വരുമ്പോൾ തന്ത്രങ്ങൾ ബന്ധത്തെ ഒരു പരിധിവരെ തടസ്സപ്പെടുത്തുന്നുണ്ട്. മൂലകളായിട്ട് നമ്മൾ നോക്കുമ്പോൾ സ്റ്റോർക്കും ചൈൽഡും ബുക്കും ജെന്റിൽമാനുമാണ്. മാറ്റങ്ങളും പുതിയ തുടക്കങ്ങളും ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളിൽ അധിഷ്ഠിതമാണ് എന്നാണ് കാണിക്കുന്നത്. ക്രോസ് ആയിട്ട് നോക്കുമ്പോൾ മൗണ്ട് ലെറ്റർ റിങ് ഫോക്സ് ലെറ്റർ ഡോഗ്, അതെല്ലാം വഴികളും ഒരു സന്ദേശത്തിലോട്ടാണ് വിരൽ ചൂണ്ടുന്നത്. ന്യൂമറോളജി നമ്മൾ പറഞ്ഞു 9ന്റെ കാര്യങ്ങൾ, കാരണം ഈ പ്രക്രിയയിൽ ചില രഹസ്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് ഈ റീയൂണിയൻ സാധ്യമാകുന്നുള്ളൂ, റിങ്. പിന്നെ ഇപ്പോൾ ഒരു സ്റ്റോർക്കും ജെന്റിൽമാനും വരുമ്പോൾ അതൊരു പുരുഷനാണെങ്കിൽ, നിങ്ങൾ ചിന്തിക്കുന്ന ഒരു പുരുഷനെ ആണെങ്കിൽ മാറ്റം നേരിട്ട് ആ വ്യക്തിയെ ബാധിക്കുന്നുണ്ട്. ജീവിതത്തിലെ വലിയൊരു പരിവർത്തനത്തിന് അദ്ദേഹം വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ പറയുന്നുണ്ട്.
മൗണ്ടനും റിങ്ങും വരുമ്പോൾ തടസ്സം നിലനിൽക്കെ തന്നെ ഒരു പ്രതിബദ്ധത നിലനിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഇവർക്കിടയിലുള്ള തടസ്സം മാനസികമായിട്ടുള്ള ഒന്നാണ്, അല്ലാതെ ഈ ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോയിട്ടുള്ളതല്ല. അപ്പം അതിലെന്താണ് ഇഷ്യൂസ്, അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കാം. ചൈൽഡ് ബുക്കും വരുമ്പോൾ ഈ സ്പ്രെഡിലെ ഏറ്റവും മിററായിട്ട് പറയുന്നത് പുതിയൊരു തുടക്കം വരണമെങ്കിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ബുക്ക് പുറത്തു വരണം. ഇത് സംഭവിക്കാതെ ഒരു ഒത്തുതീർപ്പിലേക്കും എത്താൻ സാധിക്കുന്നില്ല. അത് പിന്നെ ഇപ്പം നിങ്ങളൊരു വ്യക്തിയെ പറ്റി, ഒരു ആണിനെ പറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിൽ അവർ വിശ്വസ്തനാണ്, ഡോഗിൻ്റെ എനർജിയാണ് പറയുന്നത്. നിലവിൽ അവരൊരു ആശയക്കുഴപ്പത്തിലാണ്. ഫോക്സും മൗണ്ടനും കൂടി വരുമ്പോൾ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വെല്ലുവിളിയുണ്ട് എന്നാണ് പറയുന്നത്. ആ പുരുഷന് നിങ്ങൾ തമ്മിലുള്ള അകലം യഥാർത്ഥത്തിൽ ഒരു ദൂരമല്ല, മറിച്ച് തെറ്റിദ്ധാരണകളാണെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ മൂന്നാമതൊരാൾ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള സമ്മർദ്ദം അദ്ദേഹത്തിനെ തളച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥ. എല്ലാം തീരുമാനിക്കപ്പെടുന്നത് സംസാരത്തിൽ കൂടെയാണ് കേട്ടോ. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എവിടെ തുടങ്ങണമെന്ന് അറിയാത്ത ഒരവസ്ഥ. മൗണ്ടൻ മാറാൻ വേണ്ടിയിട്ട് സംസാരം അനിവാര്യമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളൊരു സന്ദേശം അയച്ചാൽ അവരത് പോസിറ്റീവായി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ പറയുന്നുണ്ട്. ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ മൗണ്ടനുള്ള സമയത്ത് നമ്മൾ പിടിച്ചു തള്ളിയാൽ കൂടുതൽ അകലം ഉണ്ടാകുള്ളൂ. നിങ്ങൾ അവരെങ്ങനെ കാണുന്നു എന്നത് നേരായ രീതിയിൽ അറിയിക്കാൻ പറയുന്നുണ്ട്. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഈ പറഞ്ഞ വ്യക്തി ഒരു പുരുഷനാണെങ്കിൽ അയാൾ പഴയ സ്വഭാവങ്ങളെല്ലാം ഉപേക്ഷിച്ച് പുതിയൊരാളായിട്ട് മാറാൻ ശ്രമിക്കുന്നതിനെയാണ് കാണിക്കുന്നത്. ഈ തടസ്സങ്ങളൊന്നും ബന്ധത്തിന് തകർക്കാനല്ല, മറിച്ച് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ റിങ്ങും തടസ്സവും എല്ലാം വരുന്നത്. കാരണം ഇതിന് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പുതിയ അധ്യായം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ പഴയ രഹസ്യങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ അതിന് തടസ്സം നിൽക്കുന്നു. ആദ്യം രഹസ്യങ്ങൾ പരിഹരിക്കണം, എങ്കിൽ മാത്രമാണ് പുതിയൊരു തുടക്കം നിലനിൽക്കുമെന്ന് പറയുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ വരുന്നുണ്ട്. ലെറ്ററും സ്ട്രോക്കും കൂടി നോക്കുമ്പോൾ വാർത്തകൾ വളരെ വേഗത്തിൽ വരും. ലെറ്ററും ചൈൽഡും കൂടി നോക്കുമ്പോൾ സന്ദേശം വളരെ ലളിതവും നിഷ്കളങ്കമായിരിക്കും. ലെറ്ററും ബുക്കും കൂടി നോക്കുമ്പോൾ സന്ദേശം രഹസ്യ സ്വഭാവമുള്ളതായിരിക്കാം. ലെറ്ററും ജെന്റിൽമാനും കൂടി നോക്കുമ്പോൾ ആ പുരുഷനിൽ നിന്ന് നേരിട്ടൊരു വാർത്ത ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ റീയൂണിയൻ്റെ കാര്യത്തിൽ നമുക്കെല്ലാം പോസിറ്റീവ് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിൽ നിന്ന് ഒരു സന്ദേശം വരുന്നുണ്ട്, അത് വളരെ ഗൗരവമുള്ളതും എന്നാൽ ആത്മാർത്ഥമായ ഒന്നായിരിക്കും എന്ന് പറയുന്നു. അതിൽ ഫേസ് 1 നോക്കുമ്പോൾ നമ്മൾ അതിൽ 51 വരുന്നത്. ഫേസ് 2 നമ്മൾ മൊത്തം 3 കാർഡുകൾ കൂട്ടി നോക്കുമ്പോൾ 59 വരുന്നുണ്ട്. 59 വരുമ്പോൾ ആശയവിനിമയത്തിൽ വ്യക്തത വരുന്നു. 51 വരുന്ന സമയത്ത് ഈ കാർഡുകളെ അസ്ഥിരതയെയാണ് സൂചിപ്പിക്കുന്നത്. ലാസ്റ്റ് ഫേസ് 3 നമ്മൾ നോക്കുമ്പോൾ 79 വരുന്നുണ്ട്. ഈ ഒരു ബന്ധം ഔദ്യോഗികമാക്കാനുള്ള ഒരു നീക്കത്തിലോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ റീയൂണിയൻ അനിവാര്യമാണ്, ഇതെന്താണെങ്കിലും സംഭവിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു ആഴത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു മൂന്നാം വ്യക്തിയുടെ ഇടപെടലുണ്ട്. അത് ചിലപ്പോൾ ഒരാളാകാം, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം ആകാം. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിശബ്ദത പാലിക്കുക എന്നാണ് പറയുന്നത്. മൗനം കൊണ്ട് എല്ലാ രഹസ്യങ്ങളും വെളിച്ചത്ത് വരുമെന്നാണ് പറയുന്നത്. ഈ സമയത്ത് സുഹൃത്തുക്കളോട് നിങ്ങൾ ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കരുത്, തെറ്റിദ്ധാരണകൾ കൂടാൻ മാത്രമേ കാരണമാകൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹൗസ് പറയുമ്പോൾ ഫസ്റ്റ് ഹൗസായിട്ട് വന്നാൽ തുടക്കമാണ്, മാറ്റം വരുന്നു. സെക്കൻഡ് ഹൗസിൽ വെല്ലുവിളിയുടെ സ്ഥാനം, അവിടെ മൗണ്ടൻ വന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളുടെ റീയൂണിയന് മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള സാഹചര്യങ്ങളല്ല, മറിച്ച് മാറ്റത്തെക്കുറിച്ചുള്ളൊരു ഭയമാണ്. മൂന്നാമത്തെ ഹൗസിലിരിക്കുന്നത് പ്രതീക്ഷ, കാര്യങ്ങൾ പുതിയൊരു വഴിയിലേക്ക് തിരിയുന്നു, ചൈൽഡ്. നാലാമത്തേൽ ഫോക്സാണ്, കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലളിതമല്ല എന്ന് നിങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്, തന്ത്രപരമായിട്ട് നീങ്ങാൻ പറയുന്നുണ്ട്. അഞ്ചാമത്തെ ഹൗസ് പറയുന്നത് അവിടെ ലെറ്ററാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടി ആശയവിനിമയത്തിലൂടെ മാത്രമേ നടക്കൂ എന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുന്നുണ്ട്. ബന്ധത്തിൽ വിശ്വസ്തതയുണ്ട്, പക്ഷെ അവിടെ തടസ്സങ്ങളുണ്ട്, ഡോഗും ലോയൽറ്റിയും കൂടി വരുമ്പോൾ. ഏഴാം സ്ഥാനം നോക്കുമ്പോൾ അറിവ്, കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അല്പം മൗനം പാലിക്കേണ്ട സ്ഥാനം എന്നാണ് കരുതേണ്ടത്. എട്ടാമത്തെ സ്ഥാനം കരാറാണ്, ഉറച്ച തീരുമാനത്തിലോട്ട് കാര്യങ്ങൾ എത്തുന്നു. ഒമ്പതാമത്തെ സ്ഥാനം ഈ പറഞ്ഞ ഏതൊരു ആണിനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഒരു മെയിൽ എനർജി ആണെങ്കിൽ അവർ ഈ മുഴുവൻ സാഹചര്യത്തിൻ്റെ കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. അവരുടെ ചിന്ത എന്ന് പറഞ്ഞ ജെന്റിൽമാനും റിങ്ങും വരുമ്പോൾ അദ്ദേഹത്തിനൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. അയാളുടെ തടസ്സം എന്താണെന്ന് വെച്ചാൽ ജെന്റിൽമാനും മൗണ്ടനും വരുമ്പോൾ അദ്ദേഹത്തിന് തളച്ചിട്ടിരിക്കുന്ന ചില പഴയ കാര്യങ്ങളുണ്ട്. ജെന്റിൽമാനും ലെറ്ററും കൂടി കൂട്ടി വായിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരു വ്യക്തമായ സന്ദേശം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. റീയൂണിയൻ എന്ന് പറയുന്നത് വേറെ ഒരു കൂടിക്കാഴ്ച ആയിരിക്കില്ല, ഒരു എന്താ പറയുക, അതായത് പാലിക്കുന്നതായിരിക്കും, ഒരു വിവാഹത്തിലോട്ട് എത്തുന്നതായിരിക്കാം.
നിങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിനെ പറ്റി കേൾക്കുന്ന പല കാര്യങ്ങളും സത്യമല്ല എന്ന് പറയുന്നുണ്ട്. മറ്റാരോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു സാധ്യതയെ പറയുന്നുണ്ട്. കാരണം ഈ 9 എന്ന സംഖ്യ ആത്മീയമായിട്ടുള്ള ഒരു ഒത്തുചേരലാണ്. ലൗകികമായിട്ടുള്ള ബന്ധം മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കർമ്മബന്ധം, ഒരു കാർമിക് കണക്ഷൻ അത് പൂർത്തിയാകാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു 9 എന്നൊരക്കം വരുമ്പോൾ റീയൂണിയൻ നടക്കാൻ മേ ബി നിങ്ങൾക്ക് 9 ദിവസം അല്ലെങ്കിൽ 9 ആഴ്ച വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. നിങ്ങൾ അവരെ ഒരുപാട് ഫോളോ ചെയ്യാതിരിക്കുക, സെർച്ച് ചെയ്യാതിരിക്കുക. അപ്രതീക്ഷിതമായിട്ടായിരിക്കും നിങ്ങൾക്കൊരു സന്ദേശം വരുന്നെങ്കിൽ അവസാന കാർഡ് റിങ്ങാണ്. അതുകൊണ്ട് ഒരിക്കലും ബന്ധം തകരില്ല, മറിച്ച് അത് ശക്തിപ്പെടുന്ന രീതിയെയും പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു വളർച്ചയുടെ എന്താ പറയുക, ഒരു മാറ്റം, അത് തടസ്സങ്ങളെ നേരിടുന്നു. പക്ഷെ അവസാന ഫലം ഒരു പുതിയ തുടക്കം തന്നെയാണ്. അത് പഴയ ബന്ധത്തിൻ്റെ തുടർച്ചയല്ല കേട്ടോ, മറിച്ച് പുതിയൊരു തുടക്കമായിരിക്കും എന്ന് ഉറപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ തുടക്കകാര്യത്തിൽ കാര്യങ്ങൾ അസ്ഥിരമായിരുന്ന ഒരു കാലത്ത് തന്നെ പറയുന്നു. മധ്യഭാഗത്തിലോട്ട് വരുമ്പോൾ സന്ദേശം വരുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അവസാനം പറയുന്നത് അദ്ദേഹം നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ്. ഇതിൽ പോസിറ്റീവ് സ്റ്റോർക്ക്, ചൈൽഡ്, ഡോഗ്, റിങ് ഇവ റീയൂണിയനെ പിന്തുണയ്ക്കുന്നുണ്ട്. മൗണ്ടനും ഫോക്സും ബുക്കും ഇവ തെറ്റിദ്ധാരണകളെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പലതരം തടസ്സങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനെയും മൂന്നാമതൊരാളുടെ സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പുറത്തു നിന്നുള്ളവരുടെ ഇടപെടലുണ്ട്. ആ ഒരു വ്യക്തി ഈ ബന്ധം തകർക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. അതെല്ലാം നിങ്ങൾ നല്ല കമ്മ്യൂണിക്കേഷനിൽ കൂടെ ശരിയാക്കി ക്ലിയർ ചെയ്യാന്നാണ് പറയുന്നത്. എല്ലാം റീയൂണിയൻ അനിവാര്യമാണ്, കാരണം ഇത് കാർമികമായിട്ടുള്ളൊരു ഒത്തുചേരലാണ്. തീർച്ചയായിട്ടും നടക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കാത്തിരിക്കണോ ആ വ്യക്തി തിരികെ വരുമോ എന്നൊരു ടോപ്പിക്കിൽ നമ്മൾ കാർഡ് ഷഫിൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ നോക്കാം. ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വ്യക്തമായൊരു എനർജി കാര്യങ്ങൾ അറിയാം. വ്യക്തമായൊരു സ്ഥലത്ത് പോയി ഒരു പേഴ്സണൽ റീഡിങ് എടുത്തിട്ട് മുന്നോട്ട് പോവുക. ആജീവനാന്ത കാലം ഇത് തന്നെ കേട്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. സൊല്യൂഷൻ എടുത്ത് മുന്നോട്ട് പോവുക, എവിടെ സ്റ്റക്കായി ഇരിക്കാതിരിക്കുക എന്ന് മാത്രം പറയുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം വിഷയാനി.